ജോർജ് ജോസഫ് ഇവിടെ ആദ്യ കേസിനേക്കാൾ പറഞ്ഞു കേട്ടിടത്തോളം രണ്ടാമത്തെ കേസ് അതിഗുരുതരമാണ്. ഇന്ന് അതിന്റെ വിവരങ്ങൾ പക്ഷേ കോടതിയിൽ പോലീസ് നൽകിയില്ല. അതിൻ്റേതായ ചില പരിമിതികളെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി അതിന് വെളിച്ചത്തേക്ക് വരാൻ ഭയമുണ്ട്. അതിന് കാരണം ആദ്യ കേസിലെ പരാതിക്കാരി സോഷ്യൽ മീഡിയയിൽ അടക്കം അനുഭവിച്ച വലിയ ടാർണിഷിങ്, സ്ലട്ട് ഷെയ്മിംഗ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് പറയില്ല, അങ്ങേയറ്റം വൃത്തികേട് പറയൽ, അങ്ങേയറ്റം തോന്നിയവാസം പറയലൊക്കെ ഈ പെൺകുട്ടി കണ്ടതാണ്. അപ്പോൾ പേര് ഇവർ വെളിച്ചത്തേക്ക് വന്നാൽ അതിനും അനുഭവിക്കേണ്ടി വരുമോ എന്ന ഭീതി, വല്ലാത്ത ഭീതി അതിന് ഉറപ്പായും ഉണ്ട്. അതുകൊണ്ട് മൊഴിയെടുക്കലടക്കം നടക്കേണ്ടതുണ്ട്. മൊഴിയെടുക്കലടക്കം ഗൗരവതരമായ അന്വേഷണമാണ് പൂങ്കുഴി എന്ന സമർത്ഥ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ പോലീസിന് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം ഈ ദിവസങ്ങളിൽ, ശ്രീ ജോർജ് ജോസഫ് അല്ലേ? ഇല്ല, അത് പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോവില്ല എന്ന് ഞാൻ പറയുന്നത്. കാരണം സമാനമായ ഒരു കേസാണല്ലോ നേരത്തെ എടുത്തിരിക്കുന്നത്. ആ കേസിന് നോട്ട് ടു അറസ്റ്റ് ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് 2 കൗണ്ടാണ് മേജറായിട്ടുള്ളത്. ഒന്നത് റേപ്പ്, അത് നിലനിൽക്കത്തില്ല എന്ന് ലോവർ കോടതി, പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി ഇവിടെ തിരുവനന്തപുരത്തും, ഹൈക്കോടതി അത് അഡ്മിറ്റഡ് ഫാക്റ്റാണ്. അപ്പം മേജർ ഒഫൻസ് അതിനകത്ത് ഉള്ളത് റേപ്പ് നിലനിൽക്കത്തില്ല, അത് സമ്മതത്തോടുകൂടി തന്നെ. പിന്നെ അതിനകത്തൊരു മിസ്കാരേജാണ്, ഗർഭചിത്രം. ആ ഗർഭചിത്രം നടത്തുന്നത് ഒരു കൊൺസെൻഷ്യലായിട്ടുള്ള ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിനകത്ത് ഒരു കുട്ടി ഉണ്ടായാൽ അവർക്കത് തീരുമാനിക്കാം, 2 പേർക്കും അത് നശിപ്പിക്കണോ അത് ജീവനോടെ കൊണ്ടുവരണോ എന്ന് അവർക്ക് തീരുമാനിക്കാം, 2 പേർ ഏതെങ്കിലും കാരണത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഇതിൻ്റെ അകത്ത് ഉണ്ടായോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. ഇതിനകത്ത് എന്തായാലും ഒരു മിസ്കാരേജിനുള്ള ടാബ്ലറ്റ് കൊടുത്തു എന്ന് പറയുന്നത് അത് നേരിട്ട് രാഹുൽ മാങ്കൂട്ടം കൊടുത്തിട്ടില്ല, അയാൾ ഒരാളെ കൊണ്ട് കൊടുപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ പോലീസ് അന്വേഷിച്ചിട്ട് വരേണ്ട ഒരു തീരുമാനം തന്നെയാണ്. അപ്പോൾ അതിലേക്കൊക്കെ ഇനിയിപ്പോൾ ഹൈക്കോടതിയുടെ 15-ാം തീയതി വരെ നോട്ട് ടു അറസ്റ്റ് വന്നു. രണ്ടാമത്തെ കേസ് അതിനകത്ത് ഇതുവരെ വാദിയുടെ മൊഴി ഇല്ല. ഇതിനകത്ത് ഈ 2 കേസിനകത്ത് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഒരു കേസ് ഒരു SHO എടുക്കണമെങ്കിൽ 154 CRPC പ്രകാരം അല്ലെങ്കിൽ 171, ഇപ്പോൾ BNSS ഇപ്പോഴത്തെ പുതിയ നിയമത്തിൻ്റെ അനുസരിച്ച് 173 അനുസരിച്ച് അതിനകത്ത് ഒരു FI സ്റ്റേറ്റ്മെൻറ്റ്, ഡിലേഡ് FI സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ ഈ 2 കേസിനകത്തും ഒരു പ്രിലിമിനറി എൻക്വയറി നടത്തണം. അല്ലാതെ ചാടിക്കേറി ഒരു FIR എടുക്കാൻ പറ്റില്ല. ഈ പുതിയ ഇന്ത്യയിലെ നിയമം സുപ്രീം കോടതി അത് പല കേസിനകത്ത് അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ 2 കേസിനകത്ത്, ഒന്ന് 2013 ഒരു സംഭവമാണ്, ഏകദേശം 12 വർഷം കഴിഞ്ഞിരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ കേസിനകത്ത് ഏതായാലും എനിക്ക് തോന്നുന്നു അധികം നാൾ ആയില്ല എന്ന് തോന്നുന്നു, 2 വർഷത്തിനകത്തേ വരുന്നുള്ളൂ. എന്നാലും 2 കേസും ഡിലേഡാണ് റിപ്പോർട്ട് ചെയ്യാൻ. പിന്നെ BNSSലോ അതുപോലെ IPCയിൽ അല്ലെങ്കിൽ CRPCയിൽ എങ്ങും ഇതുവരെ പറയാത്ത ഒന്ന്, ഒരു കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരവരുടെ പോലീസ് സ്റ്റേഷനിലെ ജൂറിസ്ഡിക്ഷനിൽ പോയി അവിടുത്തെ SHOയെ കണ്ട് മൊഴി കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോഴത്തെ പുതിയ BNSS വെച്ചിട്ടാണ് ഇന്ത്യയിൽ എവിടെ പോയി വേണമെങ്കിലും നമുക്ക് മൊഴി കൊടുത്താൽ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലൂടെ ട്രാൻസ്ഫർ ചെയ്യും. പക്ഷേ ഇവിടെ അതാണ് പറഞ്ഞത്, അതില്ലെന്നുണ്ടെങ്കിൽ അടുത്ത് SHO എടുത്തില്ലെങ്കിൽ അതിനകത്ത് പുതിയ BNSS തന്നെ പറയുന്നുണ്ട് ജില്ലാ SP ഓർ കമ്മീഷണർ. അവിടെ നടന്നില്ലെങ്കിൽ നേരിട്ട് കോടതിയിൽ. ഇതിൻ്റെ എങ്ങും ഇതുവരെ പറയാത്ത ഒരു കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി ഒരു പരാതി പറയണമെന്ന് പറഞ്ഞാൽ അത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്, പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നല്ലേ തോന്നുള്ളൂ. അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല BNSSനകത്ത്, എങ്ങും ഇല്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ പോയി പരാതി കൊടുക്കാന്ന് പറയുന്നത് ഒരു കംപ്ലൈന്റ് ഡീമെറിറ്റ് ആവില്ലല്ലോ, അങ്ങനെ ഡീമെറിറ്റ് ആവും. മുഖ്യമന്ത്രിക്ക് സമക്ഷം പോയി പരാതി കൊടുക്കാൻ ജോർജ് ജോസഫ് അങ്ങനെ മുഖ്യമന്ത്രിയുടെ പക്കൽ പോയി നേർക്കുന്ന കംപ്ലൈന്റ് കൊടുത്ത് എത്ര സംഭവം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മുന്നിൽ. ഞാൻ പീഡനോ ബലാത്സംഗം ആവില്ല, മുഖ്യമന്ത്രിക്ക് മുന്നിൽ പോയി നേരിട്ട് പരാതി കൊടുത്ത് എത്ര അമ്മമാരെ നമുക്കറിയാം. ഇല്ലില്ല, അതൊക്കെ ഒത്തിരി കേസ് എടുത്തിട്ടുണ്ട്. അതൊക്കെ അതിന് തടസ്സമൊന്നുമില്ല, നിയമപരമായ ഒരു കാര്യം അതിനകത്ത് തടസ്സമില്ല. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചും ഇന്ത്യയുടെ നിയമവിശാരദന്മാർ സുപ്രീം കോടതി പല കേസിനകത്ത് അത് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ 2-3 ചർച്ചയിൽ ഞാൻ കണ്ടതാണ്, BNSS പ്രകാരം ഒരു പരാതി കൊടുക്കണമെങ്കിൽ മുഖ്യമന്ത്രി എടുത്ത് പോയി പരാതി കൊടുക്കണമെന്ന് ഒരു പ്രൊവിഷനകത്തും പറയുന്നില്ല. ഇതൊക്കെ ഇതുവരെ നമ്മൾ അങ്ങനെ ശീലിച്ചതുകൊണ്ടാണ് നമുക്കത് തോന്നുന്നത്. അതുകൊണ്ട് ആ പറയുന്നതിന് പ്രാധാന്യമുണ്ട്. കാരണം ഡിലേഡാണ് ഈ 2 FIR, അതൊന്ന്. രണ്ടാമത് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി പറയുമ്പം തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ സമയത്താകുമ്പോൾ അത് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. അപ്പോൾ അതങ്ങനെ പോട്ടെ. ഇപ്പോഴത്തെ 2ാമത്തെ കേസിനകത്ത് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയത് ആ വാദി രംഗത്ത് വന്നിട്ടില്ല, മൊഴി കൊടുത്തിട്ടില്ല. അപ്പോൾ കോഗ്നിസൻസ് ഇല്ലാത്ത പറഞ്ഞു കേട്ട ഇൻഡയറക്റ്റ് എവിഡൻസിലാണ് 2ാമത്തെ FIR എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തും ഇപ്പം തന്നെ അവർ നോട്ട് ടു അറസ്റ്റിനോ അല്ലെങ്കിൽ ബെയിലിനും മൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നുണ്ട്.
ഈ ഹൈക്കോടതിയിൽ നിരീക്ഷിച്ചിരിക്കുന്ന കാര്യം പ്രൈമറി ആയിട്ട് അതിനകത്ത് അദ്ദേഹം കേട്ടപ്പം തന്നെ പറഞ്ഞു നോട്ട് ടു അറസ്റ്റ്. കാരണം 376 നിലനിൽക്കത്തില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഹൈക്കോടതിയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചാണ്. പിന്നെ അതിനകത്തുള്ളത് മിസ്കാരേജിൻ്റെയാണ്. അതിലോട്ട് കടന്നിട്ടേ ഇല്ല. കാരണം അതിന് അറസ്റ്റ് ചെയ്യാൻ സമയമായിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ അവർ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ചിലപ്പം ഒന്നും മടിച്ചിട്ടുണ്ടാവും. രണ്ടാമത് അറസ്റ്റ് അദ്ദേഹം കേരളത്തിൽ തന്നെയാണ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഒരു ബുദ്ധി അങ്ങനെയാണ് പോകുന്നത്. അദ്ദേഹം എങ്ങും പോയിട്ടുണ്ടാവില്ല, അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടെന്നാണ്. അതിന് കാര്യമുണ്ട്. അത് പലതും എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് തുറന്ന് ഞാൻ പറയാം. അതൊരു ഇൻവെസ്റ്റിഗേഷൻ ലൈനിലാണ്. ഞാനാണ് ഇപ്പോൾ ഞാൻ അത് പറഞ്ഞേക്കാം. ഞാനാണ് ഇപ്പോൾ ഒളിച്ചു പോകുന്നുണ്ടെങ്കിൽ എൻ്റെ കാറും എൻ്റെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ ഞാൻ ബാംഗ്ലൂർ പറഞ്ഞു വിടും. അവിടെ ഇവിടെയൊക്കെ ഞാൻ കാര്യത്തിന് പറഞ്ഞു വിടുക. ഞാനിവിടെ തന്നെ ഇരിക്കുക. അങ്ങനെ ആയാലോ? അതൊക്കെ നമ്മൾ നോക്കണം. അവിടെ ആരും ഇയാൾ കാറിനകത്ത് സഞ്ചരിക്കും അല്ല, അത്രയും ബുദ്ധിയുള്ള ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അല്ലല്ല. അത് സാധാരണ അല്ലല്ല, അത് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു അപകടം. ഇതുപോലെ സത്യമായിട്ടോ നേരായിട്ടോ വേറായിട്ടോ വരുമ്പോൾ ഒരു അപകടം വന്നു കഴിയുമ്പോൾ എല്ലാവരും അങ്ങനെ ചിന്തിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. അതുതന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പം പാർട്ടി പുറത്തേക്ക് ഇടതുപക്ഷം വലതുപക്ഷം പുറത്തേക്ക് എന്തായാലും 2 തവണ ഫോൺ ഓണായപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലെ ഫോൺ ചെയ്തവരുടെ ഫോണിലേക്ക് ഫോൺ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്ദേശം മലയാളത്തിലാണ്. ഇനി അത് ഈ ഫോൺ ഈ പറയുന്ന ജോർജ് ജോസ് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ ഫോൺ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുണ്ട് എന്താ ആർക്കാണ് ഉറപ്പ്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.